അങ്ങനെ നമുക്ക് എന്തെങ്കിലും പച്ചക്കറി പറിക്കാനുണ്ടോ നോക്കിയിട്ട് വരാം. ഓക്കെ വാ കമോൺ. ചോളം പറിച്ച് വെക്കൂ. ചച്ചക്കല്ലേ മേ? ആ ചച്ചക്ക. ഇതുണ്ട്, ഇതൊക്കെ പറിച്ച അമ്മച്ചിക്ക് കയ്യെത്തുകയല്ല. മോനെ പൊക്ക അന്നേരം മോൻ പറിച്ചാൽ മതി. ബാ അതിലേതാ? കണ്ടോ കൊട്ടയെടുത്തുണ്ടോ അടി പൊന്നു. അമ്മേ അമ്മച്ചിക്ക് പറ്റുമെങ്കിൽ അമ്മച്ചി പറിക്കത്തില്ല. എത്തുമെങ്കിൽ പൊന്നെ അത് ഇതിന്റെ ഇടയ്ക്ക് ഒരെണ്ണം അതും പറിച്ചിട്ട്. ഈച്ച കൊത്തുന്നതാണ് പുഴുവാണെന്ന് അറിയത്തില്ല. ഇതിനുള്ള പിന്നെ തലേന്നത്തെ കഞ്ഞിവെള്ളം ഇല്ലേ, കഞ്ഞിവെള്ളവും സോഡാപ്പൊടിയും ശർക്കരയും മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയിട്ടത്. ഇതിപ്പോൾ കൊണ്ട് നിറച്ച് കീടമായി, ഇതിനകത്ത് നിറച്ചിട്ടുണ്ടല്ലോ. ഈ ഈച്ച, കൊതുക്, വെള്ളീച്ച എല്ലാം ഉണ്ട്. ചിത്രശലഭം എന്നാ നോക്കിയിട്ട് അതെ അവിടെ എല്ലാം ഉണ്ട്. ഇത് അതിനകത്ത് കുറേ നാളുകൊണ്ട് മത്ത നട്ട് കിട്ടുന്നേ ഇല്ലായിരുന്നു. ഇപ്പം പിടിച്ചു. മത്ത പിടിച്ചോ? കുഞ്ഞു മുരിങ്ങയിലെ മുരിങ്ങക്കായ ഉണ്ടാക്കുന്നു. സൂപ്പറാ. കത്തിപ്പേരല്ലേ ഈ കത്തി പോലെ ഇരിക്കത്തില്ല വളഞ്ഞ? അതിൻ്റെ അത് കിളുത്തു. എന്തായാലും വിളവെല്ലാം കുറഞ്ഞു മോനെ. ഇതുണ്ടല്ലോ ഗ്രീൻ പീസാണ്. നമുക്കിവിടെ കിളുക്കുമെന്ന് അറിയാൻ വേണ്ടി നോക്കിയത്. നമ്മളിവിടെ കറി വെക്കാൻ മേടിച്ചതിൻ്റെ പാകി നോക്കിയതാ, കിളുക്കും. ഇപ്പം ഇതും നമുക്ക് നടാം ഇനി. മോനെ വേണ്ടേടാ തണ്ണിമത്തൻ ചെറിയ കായായി വരുന്നുണ്ട്. നമുക്കിവിടെ എത്രത്തോളം പിടിക്കുമെന്നൊന്നും അറിയത്തില്ല, നോക്കാം നമുക്ക്. നമുക്കത് വെള്ളക്കീരയുടെ ഇത് കിളുത്തായിരുന്നു തയ്യേ. അത് നമ്മൾ പറിക്കാതിരുന്ന വിത്തിന് വേണ്ടി. ആയിട്ടുണ്ട്, മൂക്കണം ഇനിയേ. മോനെ ഇതുണ്ടോ? ഇത് പൊളിച്ചെടുക്കും കറി വെക്കുന്നില്ലേ, ആ പയറ. മൂത്തില്ലെങ്കിൽ നമുക്ക് ഒടിച്ചാണേലും മെഴുക്കുവരട്ടിയൊക്കെ തോരനൊക്കെ വെക്കാം. മോനെ ഇത് ചോളമില്ലേ, ഇതങ്ങനത്തെ എത്രത്തോളം നല്ലതായിട്ടുണ്ടെന്ന് നമുക്കറിയത്തില്ല. അവിടെ രണ്ടെണ്ണം നിന്ന് നമ്മൾ പറിച്ചില്ലേ, അത് മൊത്തം പുഴു തിന്നായിരുന്നു. ഇത് നല്ലതാകുമോയെന്ന് അറിയത്തില്ല, നോക്കാം നമുക്കല്ലേ. നോക്കട്ടെ. ഇതെല്ലാം പൊഴിഞ്ഞും പോകും. ഈ തണ്ടുകളില്ലേ, ഇതെല്ലാം ഈ പോളയെല്ലാം വിടർന്നു വരും, കളറും മാറും. കുമ്പളങ്ങയും എല്ലാം നമുക്ക് വെള്ളീച്ച കൊത്തിക്കളയായിരുന്നു. 2-3 കിട്ടി. മോനെ കത്തിരിക്കാന്നാണോ? എനിക്ക് 2-3 അതുകൂടെ പറിക്കാം. ബുള്ളറ്റ് മുളകാ, അങ്ങനെ പറയുന്നത്. ബുള്ളറ്റ് മുളക്. കണിവെള്ളരിയില്ലേ, അത് കോവക്ക വെച്ചാലോ? 2-3 ഉള്ളു. പറിക്കട്ടെ ഏടാ? സാമ്പാറൊക്കെ വെക്കുകയാണെങ്കിൽ ഇടാനോ. പാത്രം ചെറുതായി പോലെ അമ്മ. ഈ കഴിഞ്ഞ അല്ലെ വെച്ച തക്കാളി അമ്മനെ അതെല്ലാം കായി ഇട്ടു നന്നായിട്ട്. ഏത് സൈസാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് കണ്ടിട്ട്. നാടനാണോ? നമുക്കിവിടെ കീടങ്ങളുള്ളതുകൊണ്ട് ഇതുണ്ടോ, ഇടയ്ക്കെല്ലാം ഇതുണ്ടോ കേടായിട്ട്. പറിച്ച് കളഞ്ഞേക്കാതെ, അല്ലെങ്കിൽ മറ്റേതിനും കൂടെ ബാധിക്കും. എല്ലാം കൂടെ പിടിച്ച് കിടക്കുന്നുണ്ടേ മൊത്തത്തിൽ ഒടിഞ്ഞു പോകുമെന്ന പേടി. ഇത് നല്ല ഈ ഷുഗറിനും പ്രഷറിനൊക്കെ നല്ലതെന്ന് പറയുന്നത് ഈ ഇതന്നെ. ഇത് നമ്മളിവിടെ തന്നെ പറയുന്നത് പിന്നെ ഞൊട്ടാഞ്ഞൊടി തന്നെ. അത് തന്നെ പേര് മറന്നു. ഇത് അതിന് പണ്ടൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, വഴി സൈഡിൽ കൂടെയൊക്കെ നിൽക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ കാണാൻ പോലും ഇല്ല ഇത്. അത് കാരണം അമ്മ ഇത് പിടിച്ചത് പറിച്ച് കളഞ്ഞില്ല. അവിടെ എല്ലാം ഉണ്ട്.
അതൊന്നും നമ്മൾ കളഞ്ഞില്ല. എന്നതാ ഇതിൻ്റെ പേര് പറഞ്ഞല്ലോ അവനെ? ഞൊട്ടാഞ്ഞൊടീൻ്റെ. കാക്കിലേക്ക് 800 രൂപയൊക്കെ വിലയെന്ന് പറയുന്നു. അത്ര നല്ലതാണ് ഷുഗറിനും പ്രഷറിനൊക്കെ ഇത്. മോനെ ഇങ്ങ് വന്നേടാ, ഇതിൻ്റെ ഇത് കാ കാണിച്ചു തരാം അമ്മ. ഇത് കണ്ടോ, ഇതിനിയും പഴുക്കുവേ, നല്ല മഞ്ഞ കളറാവും. ഇത് പാതി മുപ്പായിട്ടുള്ളൂ. ഇതെങ്ങനെ കഴിക്കണ? ഇത് ചുമ്മാ പച്ചക്ക് കഴിച്ചാൽ മതി, അങ്ങനെ കഴിച്ചാൽ മതി. ഇത് വേറെ ഒന്നും ചെയ്യണ്ട. ഇത് പഴുത്ത് കഴിയുമ്പം കഴിക്കാതെ അമ്മ. ഒരു പുളിയും മധുരവും കൂടി ഇതിന്. തക്കാളി തീർന്നേ ഇതിനകത്തേ, ഇനി ഇല്ല. ഇതിനിപ്പോൾ ആവത്തുമില്ല, മൊത്തം പോയി. കുറേ പറിച്ച് കഴിഞ്ഞിട്ടൊക്കെ എല്ലാം പോകുമല്ലോ. നമ്മൾ മറ്റേ ജൈവവളമല്ല എല്ലാം ചേർക്കുന്നത്. അമ്മ എല്ലുപൊടിയും മറ്റേ കഞ്ഞിവെള്ളം പുളിപ്പിച്ചൊക്കെ ഒഴിക്കുന്നത്. വേറെ ഒന്നും വിഷമൊന്നും അങ്ങനെ അടിക്കുന്നില്ല. അത് കാരണം പെട്ടെന്ന് തീരുമോ ഇതിൻ്റെ എല്ലാം. താഴെ പയർ പോലെ തന്നെ ഇത് കണ്ടോ മോനെ, തക്കാളിയൊക്കെ ഇങ്ങനെ കേടായി പോകുന്ന ഇതാ. അടിക്കാത്താണ്. ഇത് കണ്ടോ കേടാ. ഇത് വെട്ടി അതിനകത്തിനെന്നറിയോ കുപ്പിയിലാക്കി വെച്ചിരിക്കുന്നേ? വെള്ളീച്ച ഇതൊന്നും കൊത്തി കളയാതിരിക്കാൻ വേണ്ടി, പുഴുക്കേടൊന്നും ഉണ്ടാവാതിരിക്കാനേ. കാണിച്ചു തരാവേ. ഉണ്ടോ, ഇത്രയും ക്ലിയറായിട്ട് നമുക്ക് അല്ലാതെ വെച്ചാൽ കിട്ടുമോ? എല്ലാം പാവലിൻ്റെ പൂവിട്ട് ഇതായി വരുമ്പോൾ തന്നെ ഈച്ച കുത്തി കളയും. ഇങ്ങനെ വെച്ചാൽ നമുക്കിപ്പോൾ എത്ര പ്രാവശ്യം കിട്ടും? 3-4 പ്രാവശ്യം പറിച്ചില്ലേ ഇപ്പം നമ്മൾ പാവയ്ക്ക. നമ്മൾ 3-4 പ്രാവശ്യം പറിച്ച് ഇതിനേക്കാളും വലുതായിരുന്നു. ആ 1.5 ലിറ്ററിൻ്റെ കുപ്പിയില്ലേ, അതാണ് ഇട്ടത്. ഇത് 1 ലിറ്ററിൻ്റെ കുപ്പിയാണ്. ഇതിനകത്ത് തിങ്ങിയായിരുന്നു. ഇതിൻ്റെ കേടൊന്നുമില്ല അല്ലേ? അങ്ങനെ താഴെ പയറിന് അമ്മ ചെയ്ത് വെച്ച പോലെ ഇതട്ടെ, കഞ്ഞിവെള്ളം കൊണ്ടേ ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചോന്ന്. 2 ദിവസം കഴിയുമ്പോൾ ഇത് എടുത്ത് കളയും. 4 ദിവസം മതി. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഇത് കഴിയും. അത് കഴിയുമ്പോൾ വേറെ പുതിയത് ആക്കിയിടാം. ഇതുണ്ടോ, അത് നിറച്ച് ഈച്ചയാണ്. ഇതുണ്ടോ, ഇതൊരെണ്ണം കേടായിട്ടുണ്ട്. ഇത് ചിലപ്പം നമുക്ക് കിട്ടാൻ വഴിയില്ല. ഇത് കണ്ടോ, കളറ് മാറിയത് കണ്ടോ മോനെ, മഞ്ഞ കളറായേ. പക്ഷെ ഇത് കുഴപ്പമില്ല. ഇത് കണ്ടോ, ഇത് കുഴപ്പമില്ല മോനെ. ഇത് മോനെ കുട്ടിത്തക്കാളി, മണിത്തക്കാളി എന്നൊക്കെ പറയുന്നേ. ഇത് നല്ലതാണ്. എന്തൊക്കെ അസുഖത്തിന് നല്ലതെന്ന് പറയുന്നത്. പക്ഷേ ഇതുണ്ടല്ലോ, നേരത്തെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഒന്നും അങ്ങനെ കാണാൻ പോലും ഇല്ല. കിളികൾ ഫുൾ ടൈം ഇതിനകത്ത് കിളികൾ മൊത്തം നിന്ന് കൊത്തി തിന്നും. ഇത് നല്ല രസമാണ് കാണാൻ. ഇത് കണ്ടോ, കാണിച്ചു തരാം. ഉണ്ടോ, ഒരു ചെറിയൊരു പുളിയും മധുരവും ഒരു ചവർപ്പും എല്ലാം കൂടെ കൂടിയൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഫസ്റ്റ് പറിച്ചില്ലേ, അത് കണ്ടോ, ഇത് വെട്ടി കളഞ്ഞിട്ട് അതിനകത്തുനിന്ന് വീണ്ടും കിളിപ്പ് വന്നേക്കുന്നുണ്ടോ. ഇത് നമുക്ക് ക്യാബേജ് ആയില്ലേലും ഇതിൻ്റെ ഇലയാണെങ്കിലും നുള്ളി തോരൻ വെച്ചാൽ സൂപ്പറാണ് മോനെ. ഇതര പീച്ചിൽ കണ്ടോ, അമ്മ കുപ്പിക്കകത്തിട്ടപ്പോൾ നന്നായിട്ട് കിട്ടിയായിരുന്നു. ഇത് കണ്ടോ, കവർ കെട്ടിയിട്ടപ്പോൾ അതിങ്ങനെ വളഞ്ഞു പോയി. കുപ്പിയിൽ കെട്ടിയിട്ടാൽ നല്ലതുപോലെ അങ്ങനെ ഇതായിട്ടില്ലേ, അത് നമുക്ക് കെട്ടി വെച്ചേക്കാം. നമ്മൾ ഇന്നലെയാണോ മെനഞ്ഞാന്നാണോ ഒരെണ്ണം പറിച്ചില്ലേ? ഇത് തന്നെ ഒരെണ്ണം നന്നായിട്ട് വന്നിട്ടുണ്ട്. അത് കുപ്പിക്കകത്ത് വെച്ചാൽ നന്നായിട്ട് വരുന്നുണ്ട് മോനെ. മോനെ ഇന്നലെ നമ്മൾ പറിച്ചതാണ് ഇതേ. ഇതിനകത്ത് ഇന്നലെ സാമ്പാറിന് നമ്മൾ കഷ്ണങ്ങൾ എടുത്തത് കണ്ടോ, പീച്ചിൽ അമ്മ പറഞ്ഞില്ലേ കുപ്പിക്കകത്ത്. വലിപ്പമുണ്ട്, ലെവലിന് വന്നില്ലേ. മറ്റേത് വളഞ്ഞു പോയില്ലേ കവറിലിട്ടത്. ഇത് പിന്നെ പാവയ്ക്കാം. ഇതൊന്ന് പൊന്നുവിന് കൊടുത്തു വിടണം. പാവയ്ക്ക ഇത് ഇന്നലെ നമ്മൾ പറിച്ച പാവയ്ക്ക. നല്ല മുഴുത്ത പാവയ്ക്കല്ലേ. അതേ മൂത്ത് നല്ല പഴുത്ത് പോലെ തുടങ്ങി. നമ്മളിന്നലെ സാമ്പാറിന് കഷ്ണങ്ങൾ എടുത്തു ഇതിനകത്ത്. ഈ ഇതില്ലേ, ഇതിൻ്റെ പേരൊക്കെ പിള്ളേർ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. ഇനി ചവച്ചവെന്ന് പറയും, ചൊച്ചക്കയെന്ന് പറയും, ആകാശവെള്ളരി എന്ന് പറയും. ഇതിൻ്റെ വിത്ത് അമ്മ തരാവേ, മൂക്കട്ടെ. ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പം
പറിച്ച് വെച്ച ഇതിന് മുള വരും ഇതിൻ്റെ ഈ ഫ്രണ്ടിൽ. ആ മുള വന്നു കഴിയുമ്പോൾ പയ്യെ കുഴിച്ച് വെച്ചാൽ മതി. ഇത് മൂത്ത് കഴിയുമ്പോൾ അമ്മ മുള തരാം, അല്ല ഇതിൻ്റെ വിത്ത് തരാം കേട്ടോ. ഇത് നമ്മൾ ഇന്ന് പറിച്ചതാണേ. ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ടേക്കാം. മോനെ, അമ്മയുടെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കമൻറ്റിലൊക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. എല്ലാവർക്കും നന്ദിയുണ്ട്. ഇനിയും അമ്മേനെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കേട്ടോ. അമ്മയ്ക്ക് വല്ല സന്തോഷമുണ്ട്.